നമസ്കാരം. താരസംഘടന അമ്മയുടെ ഭരണസമിതിയുടെ രാജിയിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരണവുമായി ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക രംഗത്ത്. അമ്മ എക്സിക്യൂട്ടീവ് രാജി സംഘടനയെ നവീകരിക്കുന്നതിന്റെ ആരംഭമാകട്ടെ എന്ന് ഫെഫ്ക പറഞ്ഞു. ലൈംഗികാതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളെയും പേര് പുറത്തു വരട്ടെ എന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചു. അതിജീവിതമാർക്ക് നിയമസഹായം നൽകുകയും ഇതിന് കോർ കമ്മിറ്റിക്ക് ചുമതല നൽകുമെന്നും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കുകയും സംഘടനയിൽ കുറ്റാരോപിതരുണ്ടെങ്കിൽ വലിപ്പ ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന മാർഗരേഖയാണെന്നും ഫെഫ്കയിലെ അംഗസംഘടനകളുടെ യോഗം സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ ചേരാൻ തീരുമാനങ്ങൾ എടുത്തുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ ചർച്ചകൾക്കായാണ് യോഗം ചേരുന്നതെന്നും അപക്വവും വൈകാരികവുമായ പ്രതികരണങ്ങളല്ല വേണ്ടതെന്നും റിപ്പോർട്ട് സമഗ്രമായി വിലയിരുത്തുന്നതിനാണ് ഈ യോഗമെന്നും ഫെഫ്ക പറഞ്ഞു. മാത്രമല്ല, ഇതിന്റെ കൂടെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ പ്രത്യേക സംഘം പരിഗണിക്കേണ്ടത് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിക്കുകയായിരുന്നു. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്ത് വരാത്ത സാഹചര്യത്തിൽ സർക്കാരിനോട് പൂർണ്ണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുള്ള പരിശോധന വേണ്ടെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതേസമയം കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകിയവർ പോലീസിൽ നേരിട്ട് മൊഴി നൽകാൻ തയ്യാറായാൽ കേസ് എടുക്കുകയും ചെയ്യും. നടൻ സിദ്ദിഖിനെതിരെ ഇന്നലെ തിരുവനന്തപുരം സ്വദേശിനിയായ യുവനടി DGPക്ക് നൽകിയ പരാതി ഇന്ന് അന്വേഷണ സംഘത്തിലുള്ള DIG അജീത ബീഗത്തിന് കൈമാറും. അജീത ബീഗത്തിന് പരാതി കൈമാറിയാൽ ഇന്ന് മ്യൂസിയം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുമെന്നും ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ സിദ്ദിഖ് നൽകിയ ഗൂഢാലോചന പരാതിയും പ്രത്യേക സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്.